ഇറാൻ ഇന്ന് ചെയ്യുന്നത് എന്താണ്, അവർ ചെയ്യാൻ പോകുന്നത് എന്താണ് ഞാൻ കാണുന്ന സ്ഥിതിക്ക് അവർ ഈ അവസരം എടുത്തിട്ട് അവർ ഇസ്രയേലിനെ നശിപ്പിക്കും. ഇനി ഒരു കാലത്തും ഈ രാജ്യം ഇതുപോലെ വീമ്പടിച്ച് ഒരു തലവേദനയായിട്ട് ഇറാന്റെ മുന്നിൽ വരികയില്ല. ഒരു നാഷണൽ കോംപ്രിഹെൻസീവ് പവർ എടുക്കുകയാണെങ്കിൽ ഇസ്രയേലിന്റെ ഏതാണ്ട് 10 മടങ്ങ് പോപ്പുലേഷനാണ് ഇറാനുള്ളത്. വളരെ ഹ്യൂജ് ആയിട്ടുള്ള ലാൻഡ് മാസ്. ഇസ്രയേലിന് യാതൊരു നാച്ചുറൽ റിസോഴ്സസും ഇല്ലാത്ത ഒരു രാജ്യമാണ്. അമേരിക്ക ബ്ലാങ്ക് ചെക്ക് കൊടുത്താണ് അവരുടെ ഇക്കോണമി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ എല്ലാ മിനറൽസും ഉള്ള ഒരു രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ റിസോഴ്സസ് ഉള്ള രാജ്യങ്ങളിൽ ഒന്ന് ഇറാനാണ്. ഇറാൻ ഇന്ന് ചെയ്യുന്നത് എന്താണ്, അവർ ചെയ്യാൻ പോകുന്നത് എന്താണ് ഞാൻ കാണുന്ന സ്ഥിതിക്ക് അവർ ഈ അവസരം എടുത്തിട്ട് അവർ ഇസ്രയേലിനെ നശിപ്പിക്കും. ഇനി ഒരു കാലത്തും ഈ രാജ്യം ഇതുപോലെ വീമ്പടിച്ച് ഒരു തലവേദനയായിട്ട് ഇറാന്റെ മുന്നിൽ വരികയില്ല. ഒരു നാഷണൽ കോംപ്രിഹെൻസീവ് പവർ എടുക്കുകയാണെങ്കിൽ ഇസ്രയേലിന്റെ ഏതാണ്ട് 10 മടങ്ങ് പോപ്പുലേഷനാണ് ഇറാനുള്ളത്. വളരെ ഹ്യൂജ് ആയിട്ടുള്ള ലാൻഡ് മാസ്. ഇസ്രയേലിന് യാതൊരു നാച്ചുറൽ റിസോഴ്സസും ഇല്ലാത്ത ഒരു രാജ്യമാണ്. അമേരിക്ക ബ്ലാങ്ക് ചെക്ക് കൊടുത്താണ് അവരുടെ ഇക്കോണമി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ എല്ലാ മിനറൽസും ഉള്ള ഒരു രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ റിസോഴ്സസ് ഉള്ള രാജ്യങ്ങളിൽ ഒന്ന് ഇറാനാണ്. منم غلام حضرت شاه نجف علی 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 دلبر